സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ കുഴപ്പമില്ല, ചേച്ചി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ സമാധാനിപ്പിച്ചാൽ ഞാൻ തിരിച്ചു വരുവാടി, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ പറയുന്ന ഒരാളാണ്. എങ്കിലും എനിക്കിത് പറയണമെന്നൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല, അവന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ആൾക്കാർ വിചാരിക്കും അവൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പറയുന്നതല്ല. എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞിരുന്നു. അത് ഓർക്കുമ്പോൾ എനിക്ക്, എന്നിട്ട് സംസാരിച്ച കുറേ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങി നിൽക്കും. അത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അത്രയ്ക്കും പുള്ളിക്കാരത്തി തിരിച്ചു വരണം, ജീവിതത്തിലേക്ക് വരണം. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വയ്യാഴികളും ഒക്കെ വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണോടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ, ചേച്ചി ഉറപ്പായിട്ടും എല്ലാ പ്രശ്നങ്ങളും മാറി ഹാപ്പിയായിട്ട് പഴയതിനെക്കാട്ടി ഉഷാറായിട്ട് വരും, നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എങ്കിലും പുള്ളിക്കാരത്തിക്കുള്ളിൽ എപ്പോഴും വിഷമമുണ്ട്. പുള്ളിക്കാരത്തി പെട്ടെന്ന് ഇങ്ങനെ പുള്ളിക്കാരത്തിയുടെ ലൈഫിലേക്ക് നല്ല ഉയർച്ചകളിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിൻ്റെ ഒരു നല്ല വിഷമമുണ്ട്. എന്തായാലും ഈ രോഗത്തെ നല്ല രീതിയിൽ നിന്നിട്ട് തരണം ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ എന്നെ കൊണ്ടൊന്നും കഴിയില്ല കേട്ടോ. ഇത്രയും എല്ലാവരെയും വായി വരുന്നതും കേട്ട് അധിക്ഷേപങ്ങളും ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ തരണം ചെയ്തും ഒരു രോഗത്തോടും അല്ലിട്ട് ഒരിക്കലും എന്നെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും എനിക്കിങ്ങനെ രേണു ചേച്ചി പോലെ പിടിച്ച് നിൽക്കാനൊന്നും കഴിയില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ രോഗത്തോടൊക്കെ നല്ല രീതിയിൽ പോരാടി തിരിച്ചു വരുമെന്ന് ഉറപ്പായിട്ടും ചേച്ചിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ആൾക്കാരായിട്ട് തളർത്താതിരിക്കുക, അത്രയേ ഉള്ളൂ. ഓരോന്ന് പറഞ്ഞ് തളർത്താതിരിക്കുക.